നമ്മൾ രാവിലെ 4:30 നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് പോവാണ്. കുറച്ച് തിരക്ക് കുറവും കുറച്ച് പീസ്ഫുള്ളായിട്ട് നല്ല തണുപ്പത്ത് തൊഴാമെന്ന് വിചാരിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിലേക്കാണ് പോണത്. വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പം മുട്ടുസൂചി ഇടാൻ സ്ഥലമില്ലാണ്ട് നമ്മൾ കാണുന്ന സ്ട്രീറ്റ് ഇതാണ്. ഹായ്, ഹലോ, നമസ്കാരം. അപ്പം ഇന്നത്തെ അനുയാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ കാശിയിൽ തന്നെയാണ്, കാശി ഭഗവാനെ തൊഴാൻ പോവാണ്. ഞാൻ നടക്കുമ്പോൾ കുറേ നായ്ക്കൾ വന്നു, അതാണ് വേഗം ഈ ചേട്ടനെ വിളിച്ചത്. ഇതാണ് നമ്മുടെ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ്. ഇന്നലെ ഞാൻ രുദ്രാഭിഷേകം വഴിപാട് കഴിച്ചതുപോലെ പണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഉള്ളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ പൂജയും കഴിച്ച് ഒരു അരമണിക്കൂറോളം ഇരുന്ന് ശിവലിംഗത്തിൽ എല്ലാ അർച്ചനയും ചെയ്ത് പാലും നെയ്യും ഭസ്മവും പൂക്കളും അങ്ങനെ എല്ലാം വെച്ചിട്ട് ധാര ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ അമ്പലത്തിൻ്റെ ഒരു മെയിൻ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാറില്ല, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ച് വന്ന് റൂമിലെത്തി. ഞാൻ വീണ്ടും ഇറങ്ങി. എനിക്ക് രാവിലത്തെ ബോട്ട് റൈഡ്, നമ്മൾ ഇന്നലെ ബേർഡ്സിനെ അധികം കണ്ടില്ലല്ലോ, അപ്പോൾ ഇന്ന് ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ബോട്ട് റൈഡിന് ഇറങ്ങി. ആക്ച്വലി ഇന്നലെ ഞാൻ ബോട്ട് റൈഡിന് പോയിട്ടുണ്ടായിരുന്നത് ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അസിഘട്ടിലായിരുന്നേ, നമ്മളുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഇന്നത് ദശാശ്വമേധ് ഘട്ടാണ്. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നല്ല ഒരു പയ്യനെ, ഒരു കൊച്ചു മോനെ, സൗരവ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ കിട്ടി. അവനും ഭയങ്കര സജഷൻസും ഭയങ്കര അഭിപ്രായങ്ങളും ഭയങ്കര ഷോർട്ട് പറഞ്ഞു തരലൊക്കെ ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാലും പാവം കുട്ടിയായിരുന്നു. ഭയങ്കര ആത്മാർത്ഥതയിൽ ഭയങ്കര നിഷ്കളങ്കതയിൽ പറഞ്ഞു തന്നു. എൻ്റെ ഈഗോ അവൻ പറയുന്ന ഷോർട്സ് എനിക്കിഷ്ടപ്പെടാതെ പോയതാണ്. അപ്പം അങ്ങനെ രാവിലെ കുറേ ബേർഡ്സിനെയൊക്കെ കണ്ടു, കുറേ ബേർഡ്സിനെ ഫീഡ് ചെയ്തു. നല്ല രസമായിരുന്നു. ഇന്നലത്തെ ബേർഡ്സ് കുറവായതിൻ്റെ സങ്കടം ഇന്നെനിക്ക് മാറിക്കിട്ടി. കുറേ ബേർഡ്സിനെയൊക്കെ കിട്ടി. ഈ ഗംഗ ഇങ്ങനെ കാണാൻ ഈ രാവിലെ സമയത്ത് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇതിൽ കൂടെ പോകാനും ഒക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. നിങ്ങൾ കാശിയിലേക്ക് വരാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു കാശി യാത്ര പ്ലാൻ ചെയ്യാവുന്നതുമാണ്. ഈ ഒരു ഗംഗയിലെ ബോട്ട് റൈഡും ഈ ഗാർഡ്സ് കൂടെയുള്ള നടത്തവും ഒരിക്കലും ഒരു നഷ്ടമാവില്ല, എപ്പോഴും വേർത്താണ്. അപ്പം എന്തായാലും അത് നിങ്ങളൊന്ന് വന്നോളൂ. എനിക്ക് ഒന്നും കളയാൻ തോന്നുന്നില്ല. ഗംഗേൻ്റെ ഈ ബേർഡ്സും ഈ ബോട്ട് റൈഡും ഇതൊന്നും ഈ മോർണിംഗ് വിഷ്വലും ഇതൊന്നും എനിക്ക് കട്ട് ചെയ്ത് കളയാനും തോന്നുന്നില്ല. ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രാവിലെ കുറേ സമയം ഞാൻ വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ആക്ച്വലി ഈ ഗംഗയുടെ ഇവിടുത്തെ അപ്പുറത്തെ സൈഡും കുറച്ച് ആക്റ്റീവാണ് കേട്ടോ. അവിടെയും കുറേ എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമൽ റൈഡ്സും കുറേ കടകളും ആളുകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയും. അപ്പം ഞാൻ അങ്ങടേക്ക് പോയില്ല. എനിക്കതൊരു ഭയങ്കര ഒരു ടൂറിസ്റ്റി കാര്യമായിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കുറേ നടന്ന് കാണാൻ കുറച്ച് കടകളും ഇങ്ങനെ കുട്ടികളെയൊക്കെ കളിപ്പിക്കാൻ ബോട്ട് റൈഡും, ഇതാണ് ആ സ്പേസ്. ക്യാമൽ റൈഡും ബോട്ട് റൈഡും ഒക്കെ ഇങ്ങനെ മാത്രമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് ഇപ്പുറത്തെ സൈഡാണ് കൂടുതൽ ഇഷ്ടമായത്. വാരാണസി, ആ ഗാഡ്സും അതൊക്കെ. ഇതാണ് നമ്മുടെ സൗരവ്, ആ കുട്ടി ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ്, അവന് ജാക്കറ്റ് ഊരണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേ ഹലോ. ഒരു പാവം കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹത്തിൽ എനിക്ക് നമ്പർ തന്നു, എന്നെ കൊണ്ടുപോയി കുറേ നേരം വെള്ളത്തിൻ്റെ നടുക്ക് നിർത്തിയിട്ടു. ഞാൻ ഹാഫ് ആൻ അവറാണ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ അവൻ എന്നെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിച്ച ബേർഡ്സിന് ഫീഡ് ചെയ്യാൻ മേടിച്ചത് തീർന്നു പോയി. അവൻ ആദ്യം എന്നോട് പറഞ്ഞതാണ് 4 പാക്കറ്റ് മേടിക്കാൻ. ഞാൻ പറഞ്ഞു 2 മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 2 മേടിച്ചു. അത് തീർന്നു പോയി. അങ്ങനെ നല്ലൊരു മോനായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് കരയിലെത്തി. ഇതാണ് ദശാശ്വമേധ് ഘട്ടിൻ്റെ പകലുള്ളൊരു കാഴ്ച. ഗംഗാ ആരതി നടക്കുന്ന സ്ഥലം കണ്ടില്ലേ? ഇവിടെയാണ് ആ മനുഷ്യർ മുഴുവൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഗംഗാ ആരതി നടക്കുക. ഇത് കണ്ടോ, ആ ആർച്ചൊക്കെ കണ്ടില്ലേ? അവിടെയാണ് ഗംഗാ ആരതി നടക്കുന്നത്. അപ്പം രാത്രിത്തെയും പകലത്തെയും ആ സ്ഥലത്തിൻ്റെ ഒരു വ്യത്യാസം കണ്ടുവോ? അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്കിന്ന് കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് പോവാനുണ്ട്. സർനാഥ്, തായ് ബുദ്ധ മൊണാസ്ട്രി ഒക്കെ നമ്മളിന്ന് കാണാൻ പോവാണ്. അപ്പം അതിന് മുന്നേ ഇത്തിരി നേരം പോയിട്ട് റെസ്റ്റ് എടുത്ത് എഴുന്നേറ്റിട്ട് നമുക്ക് വീണ്ടും പോവാം. അപ്പോൾ റൂമിൽ പോവാം.
അപ്പം അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റ് നമ്മൾ പോവാണ്. ഞാൻ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർനാഥിക്കൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും ടാക്സി വേണം. ആൻഡ് ശ്രീ ശിവായിൽ ഞാൻ ലഞ്ച് കഴിക്കാൻ പോയി. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇവിടുത്തെ ലഞ്ച്. ഇന്നെൻ്റെ ബർത്ത്ഡേ ദിവസം കൂടെ ആയിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒട്ടും കുറയ്ക്കേണ്ട, വിശദമായിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുതന്നെയാണ് കേട്ടോ എനിക്ക് റൂമിൽ പോയിട്ട് ഉറങ്ങാനും പറ്റാതിരുന്നത്. നിറയെ കോൾസും മെസ്സേജസും ഒക്കെ കുറച്ച് നോക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. ഇവിടുത്തെ ലഞ്ച് എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് ഇവിടെ ട്രൈ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും എന്ത് ഗ്രാൻഡാണെന്നുള്ളത്. ഗംഭീര ടേസ്റ്റുമായിരുന്നു. അപ്പം എപ്പം വാരണാസി കാശി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഗാഡ്സിൻ്റെ നടത്തും ഭഗവാനൊക്കെ കണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഇവിടുത്തെ കുറേ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എല്ലാം പാലിൽ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഞാനത്ര പാല് എനിക്കിഷ്ടമല്ല പാല്. ഞാൻ പാല് കഴിക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ബാക്കി ഫുഡൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാഞ്ഞതും ട്രൈ ചെയ്യാഞ്ഞതും. ഇതൊരു ടിപ്പിക്കൽ ബനാറസി താലി എന്ന് പറഞ്ഞാൽ ഇത് തരും. ശ്രീ ശിവായി എന്നാണ് കടേൻ്റെ പേര്, മറക്കണ്ട. ഇതിൻ്റെ ഓണർ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ഒരു ക്യൂട്ട് ലേഡി ആയിരുന്നു കേട്ടോ. ഒരു ഡോക്ടറാണ് അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് നമ്പറൊക്കെ തന്ന് ഇപ്പോൾ വന്നാലും വരണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ തന്നു അവർ. ആദ്യമായിട്ടാണ് ബർത്ത്ഡേക്ക് ഒരു സ്ട്രേഞ്ചറുടെ അടുത്തുനിന്ന് ഒരു റാൻഡം ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പം ഈ വർഷം മുഴുവൻ റാൻഡം സ്ട്രേഞ്ചേഴ്സും എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്യും. എല്ലാവരും എനിക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തായ് ബുദ്ധ മൊണാസ്ട്രിയിലെത്തി. സർനാഥ് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ബുദ്ധനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി തരും. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, അദ്ദേഹത്തിൻ്റെ ലൈഫ്, കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ബുദ്ധ ദാമേക് സ്തൂപ, ചോഖണ്ഡി സ്തൂപ, മഹാബോധി ടെമ്പിൾ, പരിനിർവാണ സ്തൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവിടെ ഒരു ഇത്തിരി സ്ഥലങ്ങളുണ്ട് അടുപ്പിച്ച് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററൊക്കെ കാണുള്ളൂ അങ്ങടേക്ക്. അപ്പം അവിടെ ആണ് അദ്ദേഹം എൻലൈറ്റൻഡ് ആയിട്ട് ആദ്യത്തെ സ്പീച്ച് കൊടുത്തത്, ഡിസൈപ്പിൾസിനോട് സംസാരിച്ച സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ബുദ്ധിസത്തിൽ വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പലതരത്തിലുള്ള ബുദ്ധൻ്റെ ശില്പങ്ങൾ കാണാം. ലാഫിംഗ് ബുദ്ധയുണ്ട്, ഡിസൈപ്പിൾസിന് ഉപദേശം കൊടുക്കുന്ന ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാം, പിന്നെ കിടക്കുന്ന ബുദ്ധനുണ്ട്, ഒരു വലിയൊരു 80 ഫീറ്റ് ബുദ്ധയുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ നമുക്ക് മൊത്തത്തിൽ ബുദ്ധിസമിനെയൊക്കെ പറ്റി നമുക്കൊരു ഐഡിയ തരുന്ന ഒരു സ്പേസാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുക. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ കെയർഫുൾ ആവേണ്ടത് എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ടൈമുണ്ട്. ഇവിടെ 4:45 5 മണിക്ക് അടയ്ക്കും. അപ്പം അതുകൊണ്ട് ഇവിടേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നാൽ ഹറിബറി ആയിട്ട് വരേണ്ടി വരില്ല. ഇവിടുന്ന് ഇറങ്ങി പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. ആസ് യൂഷ്വൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളും കൂടുതൽ ആവശ്യമില്ലാത്ത സാധനങ്ങളും തന്നെയാണ് മേടിച്ചത്. ബട്ട് സ്റ്റിൽ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ വളരെയധികം കുറച്ചിട്ടുണ്ട് എൻ്റെ എവിടെ ട്രാവൽ ചെയ്താലും പർച്ചേസ് ചെയ്യുന്ന പെറുക്കുന്ന സാധനങ്ങളുടെ എണ്ണത്തിന് വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലോറി ഞാൻ മേടിച്ചു കേട്ടോ, ആ പച്ചയും ചുവപ്പും. എനിക്ക് ഇങ്ങനത്തെ ടോയ്സിനോടൊരു താല്പര്യം കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ മേടിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ ഈ സ്ഥലത്തേക്ക് പോയി. ഇവിടെ കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ആണ്. അപ്പം ഇവിടെ കുറച്ച് അധികം നടന്ന് കാണാനുണ്ട്. നമ്മുടെ അശോക സ്തൂപയൊക്കെ നമുക്ക് കാണാം. ഇവിടെയാണ് അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ഹൈറ്റിലുള്ളൊരു കണ്ടോ. അപ്പം അവിടെയായിരുന്നു ബുദ്ധയുടെ എൻലൈറ്റൻഡ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് സെർമൺ എന്നാണ് പറയുന്നത്. ഡിസൈപ്പിൾസിനോട് ഫസ്റ്റ് സംസാരിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തൊരു സ്പേസ് അതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ നടന്ന് കാണുമ്പം കുറേ കാണാം കേട്ടോ. യുദ്ധങ്ങളിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ക്ഷതങ്ങളേറ്റിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞതാ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് സ്ഥലം നമ്മൾ പോയത് സ്വർവേദ് മഹാമന്ദിറിലാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല. ഭയങ്കര തിരക്കും
പിന്നെ ഹ്യൂജ് ബിൽഡിങ്ങും ആയിരുന്നു. അപ്പം ഞാൻ ലേറ്റ് ആയത് കാരണം എനിക്കത് മുഴുവൻ കാണാൻ സമയമുണ്ടാവില്ല എന്നറിയുന്നത് കാരണം ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്തോ എനിക്ക് ഗാഡ്സിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യാനാണ് തോന്നുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഗാഡ്സിൽ തന്നെയാണ് എൻ്റെ സമയം അധികവും ഞാൻ സ്പെൻഡ് ചെയ്തത് വാരണാസി വന്നിട്ട്. അവിടെയാണ് ഞാൻ കൂടുതൽ എനിക്ക് പീസ്ഫുള്ളും എനിക്ക് ഒരു ഹാപ്പിനെസ്സും ഒക്കെ കിട്ടുന്നതായിട്ട് തോന്നിയത്. അതെന്താ റീസൺ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര നേരം നിന്നാലും എനിക്ക് ബോറടിക്കുന്നില്ല, മടുപ്പ് വരുന്നില്ല, ക്ഷീണം വരുന്നില്ല. അപ്പം ഞാൻ തിരിച്ച് വേഗം ഗാഡ്സിലേക്ക് വരാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് വേഗം മടങ്ങുന്നത് കേട്ടോ. ആക്ച്വലി ഇന്ന് ഡിന്നറിന് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ തളർന്നു എന്ന് പറഞ്ഞാൽ 7-8 കിലോമീറ്ററൊക്കെയാണ് നടക്കണേ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉറക്കം ശരിയല്ല. അപ്പം ഇന്ന് എന്തായാലും ഉറങ്ങണം നന്നായിട്ട്.